പരീപാപ്പ. സ്വന്തം ഗ്രാമത്തെ അധികരിച്ച് ഒരു നോവൽ എന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ സ്വപ്നമായിരുന്നു. ഒരു പുരാവൃത്തത്തിൻ്റെ ഘടന ബോധപൂർവം എൻ്റെ ഗ്രാമത്തിലേക്ക് ഞാൻ ഭാവന ചെയ്തു. എനിക്ക് വേണമെങ്കിൽ പരീപാപ്പയെ വെള്ളക്കുതിരയുടെയോ പാണ്ടൻ കുതിരയുടെയോ പുറത്ത് ആ ഗ്രാമത്തിലേക്ക് ആനയിക്കാമായിരുന്നു. അതൊരു അനുകരണമാകുമെന്ന ഭയം മാത്രമല്ല, അത്തരമൊരു അമാനുഷഭാവം എനിക്ക് സ്വീകാര്യവുമല്ലായിരുന്നു. ഏതെങ്കിലും മൃഗത്തിൻ്റെ പുറത്തു കയറിയുള്ള വരവ് തന്നെ മനുഷ്യത്വമുള്ള ഒരാൾക്ക് ചേർന്നതല്ലെന്നും എനിക്ക് തോന്നി. ആദ്യകാലത്ത് പരീപാപ്പയെന്നും പിൽക്കാലത്ത് ഷെയ്ഖ് ഫരീദ് ഔലിയ എന്നും വിളിപ്പേരുള്ള അയാളെ പരീപാപ്പ എന്ന് മാത്രം പരാമർശിക്കുന്നതിൽ ഞാൻ ശ്രദ്ധാലുവായതും ചില രാഷ്ട്രീയ ന്യായങ്ങളുണ്ട്. പരീപാപ്പയുടെ വരവിനെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായം വളരെ നാടകീയമായാണ് ഞാൻ അവതരിപ്പിച്ചത്. ആ രചനാ കൗശലത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രാജേഷ് എൻ്റെ മുന്നിൽ നിന്നത്. എൻ്റെ അഭിമുഖം അച്ചടിച്ചു വന്ന മാഗസിൻ തരാൻ വന്ന തപാൽ വകുപ്പിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് അയാൾ. അവന് രാജേഷ് എന്നൊരു പേരുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവനെ പോസ്റ്റ്മാൻ എന്ന് മാത്രമേ ഞാനും വിളിച്ചിരുന്നുള്ളൂ. അഭിമുഖം അടിച്ചു വന്ന വീക്കിലി അവൻ തന്നെ എൻ്റെ കയ്യിൽ കൊണ്ടുതന്നതിൽ ആകസ്മികതയോ യാദൃച്ഛികതയോ ഒന്നും കാണേണ്ടതില്ല. അവനാണല്ലോ അത് കൊണ്ടുവരേണ്ടത്. പക്ഷേ ആ അഭിമുഖം അവൻ വായിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ മാഗസിൻ്റെ കവർ പൊട്ടിച്ചിട്ടുമില്ല. അഭിമുഖം മാത്രമല്ല, നോവലും അവൻ സൂക്ഷ്മമായി വായിച്ചിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ തിണ്ണയിൽ കൈകുത്തി അവൻ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. പരീപാപ്പയുടെ വരവ് മഹാമാരിയിൽ നിന്നുള്ള പലായനങ്ങളുമായി ബന്ധിപ്പിച്ചതിൽ തന്നെ എനിക്ക് സംശയങ്ങളുണ്ട്. അവരെ ഇങ്ങോട്ട് പണിക്ക് കൊണ്ടുവന്നതല്ലെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? വസൂരി കുത്തി പുറംതൊലിയിൽ കറുത്ത ദ്വാരങ്ങൾ വീണ കുറേ മനുഷ്യർ പരീപാപ്പയെ അനുഗമിച്ചു. വട്ടപ്പറമ്പ്, ചട്ടിപ്പറമ്പ്, ചെരക്കാപ്പറമ്പ്, കരേക്കാട്, ചാപ്പനങ്ങാടി, നാടോടിക്കഥയിലെ കുഴൽവിളിക്കാരനോടൊപ്പം എന്ന പോലെ ഓരോ ഗ്രാമവും അയാൾക്കൊപ്പം ചേർന്നു. മഹാമാരിയുടെ ഭയം കൊണ്ടല്ലാതെ ആ ഗ്രാമത്തിലേക്ക് ആരും ഓടിയെത്താൻ ഇടയില്ലായിരുന്നു. ആ ഗ്രാമം അത്രമേൽ തരിശായിരുന്നു. ഒടമല, പരിയാപുരം, മൂച്ചിക്കുന്ന്, ആലിയമ്പറമ്പ്, പുഴയോ അരുവികളോ വൻമരങ്ങളുടെ തണലോ ഇല്ലാത്തിടങ്ങളിൽ തമ്പടിച്ച് രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും തളർന്ന മനുഷ്യർ വിശ്രമിച്ചു. വളാങ്കുളത്തേക്ക് അവർക്ക് പ്രവേശനം കിട്ടിയില്ല. വെള്ളോടിമാരും അവരെ ആശ്രയിച്ചു നിന്ന നായന്മാരുമായിരുന്നു അവിടെ പ്രബലം. കോവിലകത്തിനെ ചുറ്റിപ്പറ്റി വളർന്ന ആ ഗ്രാമത്തിൽ മാടമ്പ്രക്കുന്നിൽ നിന്നൊഴുകിയ അരുവികളും പാടങ്ങളും പശുക്കൾ മേയുന്ന കുന്നിൻ ചെരുവുകളും ഉണ്ടായിരുന്നു. വളാങ്കുളത്തിന് തെക്ക് തരിശു നിലങ്ങളായിരുന്നു. പരിയാപുരത്തിന് മേലെ ചെരത്തിക്കാട്ടിലേക്കും അവർ കയറിയില്ല. അവിടെ ആളർ എന്ന ഗോത്രവർഗം അപരിചിതത്വത്തിന്റെ സ്വയം പ്രതിരോധങ്ങളായി നിലയുറപ്പിച്ചു. ഓരോ കുടുംബങ്ങളെയും പലയിടങ്ങളിലായി വിന്യസിച്ചുവെങ്കിലും പരീപാപ്പയ്ക്ക് വിശ്രമിക്കാൻ കഴിയുന്ന ദിവസങ്ങളായിരുന്നില്ല അത്. അയാൾ ആ കുടുംബങ്ങൾക്ക് മുഴുവൻ നാഥനായി. രോഗഭീതിയെല്ലാം ഒഴിഞ്ഞ് അന്നന്നത്തെ അന്നത്തെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങിയ രാത്രികളിലൊന്നിൽ നിലാവിന്റെ തെളിമയിൽ ആലിയമ്പറമ്പിൽ നിന്ന് മുട്ടും വിളിയും കേട്ടു. ചീനിക്കുഴലിന്റെ നാദവും ഒറ്റയുടെ താളവും അന്നുവരെ ഒടമലയ്ക്കും പരിയാപുരത്തിനും അപരിചിതമായിരുന്നു. നോവലിലേക്കുള്ള ഒന്നാന്തരം പ്രവേശകമായി ഞാൻ സ്വയം വിലയിരുത്തിയ ആ തുടക്കത്തെയാണ് പൊടുന്നനെ വന്ന് കയറിയ രാജേഷ് ഖണ്ഡിച്ചു കളഞ്ഞത്. ചെറിയ വിമർശനം പോലും ഞങ്ങൾ എഴുത്തുകാരെ ആഴത്തിൽ ബാധിക്കും. പക്ഷേ പുറത്ത് കാണിക്കാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ ഈയിടെയായി ഞാനും പരിശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ നോവൽ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടതോടെ പല വേദികളിലും ഞാൻ ക്ഷണിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളുമായി വേദി പങ്കിടുന്നുണ്ട്. ഉന്നതരോട് സൗഹൃദം പുലർത്തുന്നുണ്ട്. വികാരങ്ങൾ പുറത്തു കാണിക്കാത്ത വിധം ഒരു പ്രൊഫഷണലിസം വളർത്തിയെടുത്തിട്ടുണ്ട്. അഭിമുഖങ്ങൾക്കിരിക്കുമ്പോൾ ഉള്ളു തുറന്ന് സംസാരിച്ച് അപകടത്തിൽപ്പെടാതിരിക്കുന്ന കാര്യത്തിലും കുറേയൊക്കെ വിജയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറെ കൂടി ആത്മവിശ്വാസത്തോടെ രാജേഷ് എൻ്റെ മുന്നിൽ നിന്നു. ചില നിരീക്ഷണങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു. അവരെ പണിക്ക് കൊണ്ടുവന്നത് തന്നെയാണ് സാറേ. സവർണ കുടുംബങ്ങളിൽ ഭക്ഷണത്തിന് ക്ഷാമം വന്ന് കാണണം. തോടരികിൽ പുതിയ കണ്ടം കളച്ച് വയലുകളാക്കിയത് അവരാവണം. ഗ്രാമത്തിന് പുറത്ത് താരതമ്യേന തരിശായ സ്ഥലങ്ങളിൽ അവരെ കുടിയിരുത്തിയത് അതുകൊണ്ട് തന്നെയാവണം. എന്തൊക്കെയായാലും അവർക്ക് നേതാവുണ്ടായിരുന്നു, പരീപാപ്പ. അയാൾ ഒരു സിദ്ധനായിരുന്നു എന്നതിൽ തർക്കമൊന്നുമില്ല. നിറങ്ങളെയും പാട്ടുകളെയും സ്നേഹിച്ച മനുഷ്യൻ, ദുർബലമായ ഒരു സമൂഹത്തെ നയിക്കാൻ ശേഷിയുള്ള ആത്മാർത്ഥതയുള്ള ഒരാൾ. പരീപാപ്പയുമായി ബന്ധപ്പെട്ട എല്ലാ മിത്തുകളോടും ഞാനൊരു വൈകാരിക ഭാവം പുലർത്തിയിരുന്നു. ആ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന അധ്യായങ്ങളെ രാജേഷ് വെറുതെ വിടുക തന്നെ ചെയ്തു. സാധാരണയായി വളുവനാട്ടിലെ തട്ടകങ്ങൾക്ക് നാഥ അമ്മ ദൈവങ്ങളായിരുന്നു. പക്ഷേ പരിയാപുരത്തിന്റെ ദേവൻ പരീപാപ്പയായിരുന്നു. വസൂരിയും ചൊള്ളയും വന്ന് ഭേദമാകുന്നവർ പരീപാപ്പയുടെ യാറത്തിൽ വിളക്ക് വയ്ക്കാൻ നല്ലെണ്ണയും തിരിയുമായി പോകുന്ന പതിവുണ്ട്. മാരിവിത്ത് വിതറുന്ന രൗദ്രരൂപിയായ ദേവിയല്ല, ശാന്തസ്വരൂപനായ കാരുണ്യമൂർത്തിയായിരുന്നു പരിയാപുരത്തുകാർക്ക് പാപ്പ. കറുപ്പും ചുവപ്പും വരകളുള്ള മേലാകെ എണ്ണയുള്ള ആ ചെറിയ പുഴുവിനെ പോലും അവർ പാപ്പയുടെ മിത്തുമായി ചേർത്ത് വെച്ചു.
അതിൻ്റെ ശരീരത്തിൽ തൊട്ടാൽ വിരലിൽ സുഗന്ധമുള്ള ഒരു എണ്ണമയം പടരുമായിരുന്നു. പരീപ്പാപ്പയ്ക്ക് എണ്ണ കൊണ്ടുപോവുകയാണ്, അതിനെ ഉപദ്രവിക്കരുത് എന്ന് മുതിർന്നവർ മാത്രമല്ല കുട്ടികളും വിലക്കാറുണ്ടായിരുന്നു. ഓന്തിന് കർളാണക്ക് പാലും കോളാമ്പിപ്പാലും കൊടുത്ത് ഭ്രാന്തനാക്കുന്ന വിധിയൊന്നും പരീപ്പാപ്പയുടെ സ്വന്തം പുഴുവിന്മേൽ പരിയാപുരത്തെ കുട്ടികൾ പരീക്ഷിച്ചില്ല. രാജേഷിന്റെ വിമർശനത്തിന്റെ കാതലായ ഭാഗം അവിടെ അല്ലായിരുന്നു. അതിലേക്ക് പെട്ടെന്ന് കടന്ന് എന്നെ മുറിവേൽപ്പിക്കേണ്ടെന്ന് അവൻ കരുതി കാണണം. എങ്കിലും ചരത്തിക്കാട്ടിലേക്കുള്ള ദുർഘടമായ വഴിയിലൂടെ അവൻ എന്നെ വലിച്ചു കയറ്റി. ചരത്തിക്കാട് നിറയെ കരിമ്പനകളായിരുന്നു. അവധി ദിവസങ്ങളിൽ കുട്ടികളെല്ലാം ചരത്തിക്കാട്ടിലേക്ക് കയറുന്നത് വലിയ കരിമ്പനകളിൽ കൊത്തിപ്പിടിച്ച് കയറി കരിമ്പനത്തേങ്ങകൾ ഇട്ട് തിന്ന് വയറ് നിറയ്ക്കാനായിരുന്നു. അന്നും ഒരവധി ദിവസമായിരുന്നു. കരിനെച്ചികൾ കൂട്ടം കൂടി നിന്ന കുറ്റിപ്പൊന്തക്കാട്ടിൽ മുതിർന്ന കുട്ടികൾ ഒച്ചയുണ്ടാക്കാതെ അസുലഭമായ ഒരു കാഴ്ചയ്ക്കായി കാത്തിരുന്നു. ആട്ടിൻകൂട്ടങ്ങളും തങ്കമണിയും വിറകുണ്ടാക്കാൻ വെട്ടരിവാളുമായി ഉസൈപ്പയും കയറി വന്ന നിമിഷം മുതൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നതിനെപ്പറ്റി അവർക്ക് കൃത്യമായ ഊഹങ്ങളുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ തങ്കമണിയും ഉസൈപ്പയും വിജനതയുടെ സാധ്യതകളിലേക്ക് ഉടലുകളെ സജ്ജമാക്കി. തൊട്ടു പിറ്റേയാഴ്ചയായിരുന്നു തങ്കമണിയുടെ കല്യാണം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞ് തങ്കമണിയെ പേറ്റിന് കൂട്ടിക്കൊണ്ടുവന്നു. കരുനെച്ചിക്കാട്ടിലിരുന്ന ആൺകുട്ടികൾ മാത്രമാണ് ചരത്തിക്കാട്ടിലെ രാസലീലകൾ കണ്ടതെങ്കിലും തങ്കമണി പെറ്റതിന്റെ പിറ്റേന്ന് മുതൽ തന്നെ നാട്ടിലെ പെണ്ണുങ്ങൾ ആ അതീവ രഹസ്യം ആരും അറിയാതെ പരസ്പരം കൈമാറിക്കഴിഞ്ഞിരുന്നു. കുട്ടിക്ക് ഉസൈപ്പാന്റെ അതേ മോറ്, ആ ചെവി കണ്ടോ, തറയമോയലിന്റെ ചെവി. കേവല സദാചാരത്തിന്റെ നിരാസത്തെക്കുറിച്ചും ഗ്രാമത്തിന്റെ മതേതര പാരമ്പര്യത്തെക്കുറിച്ചും ആ അധ്യായത്തിലാണ് ഞാൻ ഇത്തിരി വാചാലനായത്. സാറേ, ചരത്തിക്കാട്ടിൽ അത്തരമൊരു ലീല 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് നോക്കിയെങ്കിൽ എന്നിട്ടും നിങ്ങൾ വെറും കാഴ്ചക്കാരനാവുകയാണ്. സാക്ഷികൾക്കൊരു നിഷ്പക്ഷത മാത്രമല്ല, നിസ്സംഗതയുമുണ്ട്. അത് എല്ലാറ്റിൽ നിന്നുള്ള ഒഴിഞ്ഞു നിൽക്കലാണ്. ചിലത് മാത്രമേ നിങ്ങൾ കാണൂ. അതൊരു സൗകര്യമാണ്. രാജേഷ്, ഒരു എഴുത്തുകാരൻ എഴുതുന്നതെല്ലാം നടന്ന സംഭവങ്ങളല്ല, അതയാളുടെ ഭാവന കൂടിയാണ്. ഭാവനയ്ക്കും വേണ്ടേ സാർ ഒരു അനുഭവ പരിസരം. ചരത്തിക്കാട്ടിലേക്ക് ഞങ്ങൾ കയറിയിരുന്നില്ല. രാത്രികളെപ്പോലെ തന്നെ ചരത്തിക്കാട്ടിനെയും ഞങ്ങൾക്ക് പേടിയായിരുന്നു. രാത്രികളിൽ പുറത്തിറങ്ങരുതെന്ന് ആരും പറയാതെ തന്നെ ഞങ്ങൾ പറയക്കുടലുകളിൽ എല്ലാവർക്കും അറിവുണ്ടായിരുന്നു. ഞങ്ങൾ മായാവികളല്ലെങ്കിലും അരൂപികളായിരുന്നു. നിങ്ങളുടെ കൺവെട്ടത്ത് പെടാതെ ഒഴിഞ്ഞു മാറി നടന്ന അരൂപികൾ. നിങ്ങൾ കാരാട്ടുമലയിലും അടിവാരങ്ങളിലും കരുത്തും ഉയരവുമുള്ള കരിമ്പനകളിൽ വലിഞ്ഞു കയറി. നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത ചങ്ങണപ്പുല്ലും മുളങ്കാടും തെച്ചിപ്പൂക്കളും നിറഞ്ഞ പറമ്പുകളിലായിരുന്നു ഞങ്ങൾ. അമ്മയും അച്ഛനും കൂടി അവിടെ നിന്ന് മുള വെട്ടിക്കൊണ്ടുവന്നു. ഇടയ്ക്കൊക്കെ ഞാനും അനിയത്തിയും കൂടെ കൂടി മുള്ളും പഴവും തെച്ചിപ്പഴവും ചോരക്കട്ടപ്പഴവും തിന്ന് വിശപ്പടക്കി. പക്ഷേ ഒന്നോർക്കുമ്പോൾ അതൊരു നല്ല കാലമായിരുന്നു. ആരുടേതെന്നറിയാത്ത കരിമ്പനകളിൽ നിന്ന് തേങ്ങ പറിച്ചു തിന്ന് വിശപ്പ് മാറ്റാൻ ഞങ്ങൾക്കൊഴികെ പലർക്കും അവസരങ്ങളുണ്ടായിരുന്നു. മുള വെട്ടുന്നതിൽ നിന്ന് ആരും ഞങ്ങളെയും തടഞ്ഞില്ല. അവഗണനകൾക്കിടയിലും ഒന്നിച്ചൊരു ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കുന്ന കാലം വന്നിരുന്നു. ഞങ്ങൾക്ക് തീരെ പിടികിട്ടാത്ത നിങ്ങളുടെ കഥകളും കവിതകളുമൊക്കെ ആവർത്തിച്ച് വായിച്ച് കുറച്ചൊക്കെ പഠിച്ചെടുത്തു തുടങ്ങിയിരുന്നു. തൂതക്കാവിലെ കാളവേലയ്ക്ക് ആഘോഷമായി ഇണക്കാളകളെ കൊണ്ടുപോകുന്നത് ഒരു വഴിപാടാണ്. കഴുത്തിൽ നിറയെ മാലകളും നിറച്ചാർത്തുകളുമുള്ള കാളകൾ. അതിനിടയിൽ വലിയ ആർപ്പുവിളികളില്ലാതെയാണ് പറയച്ചേരിയിൽ നിന്നുള്ള ഒറ്റക്കാളയുടെ വരവ്. രാജേഷിന്റെ അച്ഛനാകും മുന്നിൽ. 5 or 6 പേർ മാത്രം ചുമക്കുന്ന അകത്ത് വൈക്കോൽ നിറച്ച ഒരു കുഞ്ഞു കാള. കിട്ടിയ കീറത്തുണികൾ കൊണ്ട് കാളയുടെ വൈക്കോൽ നഗ്നത മറച്ച് അവർ മെല്ലെ നീങ്ങും. പുപ്പുപ്പുയ് എന്ന് ഒട്ടും ആവേശമില്ലാതെ നീട്ടി വിളിച്ച് അവർ പടിക്ക് പുറത്തു നിൽക്കും. അന്നും കാളകളെ ചുമക്കുന്നവരുടെ പേര് ചോദിച്ചിട്ടില്ല. രാജേഷ്, കയറിയിരിക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓ, മനസ്സിലായി, നിങ്ങൾക്ക് ജാതിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതും ഒരു പ്രശ്നമാണ്, എഴുത്തിലും ജീവിതത്തിലും. രാജേഷ് സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. ഒരു തടസ്സവുമില്ലാതെ അവൻ ആഖ്യാനം തുടർന്നു. പിന്നീടുള്ള മാറ്റം ഭീകരമായിരുന്നു. മുളങ്കാടുകൾ ഒന്നൊന്നായി നിങ്ങൾ വെട്ടിയൊഴിച്ചു. ആദ്യം തെങ്ങുകളായി, പിന്നെ റബ്ബറായി. ജീവിതം ഞങ്ങൾക്ക് ദുസ്സഹമായി. ആകാശം മുട്ടി നിൽക്കുന്ന കരിമ്പനകളിലേക്കൊന്നും ഞങ്ങൾക്ക് നോട്ടമുണ്ടായിരുന്നില്ല. താഴെ കുറ്റിക്കാടുകളിൽ പടർന്ന തെച്ചിപ്പഴങ്ങൾ പോലും നിങ്ങൾ വെട്ടിയൊതുക്കി. തങ്കമണിമാർക്ക് ആടുമേയ്ക്കാനും അവരുടെ ജീവിതങ്ങളെ സ്വയം മേയാൻ വിടാനും ഇടമില്ലാത്ത വിധം ചരത്തിക്കാടുകൾ തുണ്ടം തുണ്ടമാക്കി വേലി കെട്ടി. പിന്നെ ഞങ്ങളുടെ മുറങ്ങളും പരമ്പുകളും വേണ്ടാതായി. സാറിന്റെ നോവലിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. കാരാട്ടുമലയിൽ നിന്ന് തൂണുപോലെ നിവർന്നു നിന്ന കൂമ്പൻപാറയിൽ കയറിപ്പറ്റുക എന്നത് ഞങ്ങൾ കുട്ടികൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത മോഹമായിരുന്നു. സാഹസികമായി നിസ്സാരമായി അതിലേക്ക് വലിഞ്ഞു കയറി കൂമ്പൻപാറയുടെ മുൻപിൽ ഇരുപുറവും കാലുകളിട്ട് അദ്ദുപ്പ ഇരുന്നു. ആ കൂമ്പൻപാറ ഒന്ന് കാണണമെന്ന് എനിക്കും തോന്നി. നിങ്ങളുടെ ഭാഷയിൽ മോഹം, ആ വാക്ക് ഞങ്ങൾക്ക് പരിചിതമല്ലെങ്കിലും വ്യക്തതയ്ക്ക് വേണ്ടി അങ്ങനെ പറയാം. ചിലയിടത്തൊക്കെ വലിഞ്ഞു കയറാനുള്ള അവകാശം കിട്ടിത്തുടങ്ങിയാലും മോഹം മനസ്സിലുദിക്കാൻ പിന്നെയും കാലങ്ങൾ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ ചരത്തിക്കാട്ടിൽ കയറി കാരാട്ടുമലയിലേക്ക് നോക്കി. കൂമ്പൻപാറ പോയിട്ട് കാരാട്ടുമല തന്നെ കണ്ടില്ല. സാറിന്റെ വിവരണങ്ങളെ വരവരച്ച് പിൻപറ്റിയിട്ടും നരിമടയും മാളന്മടയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സാറ് പറഞ്ഞ് ചരത്തിക്കാട് ഒരുപാട് ദൂരം പിന്നിലേക്ക് ഒഴിഞ്ഞു പോയിരുന്നു.
കാതടപ്പിക്കുന്ന ശബ്ദവും പാറപ്പൊടിയും മാത്രം. നിരന്നു നിൽക്കുന്ന ടിപ്പറുകളും ഡ്രില്ലറുകളും തങ്കമണിക്കൊന്നും അവിടെ യാതൊരു സാധ്യതയുമില്ല സാറേ. പിന്നലെ ആളന്മാർ. രാജേഷ്, നിങ്ങൾ സഹായിച്ചാൽ ഞാൻ മറ്റൊരു ആഖ്യാന വഴി കണ്ടെത്താം. അത് നടക്കില്ല സാറേ. സാറ് അധികാരത്തോട് ചേർന്ന് നിന്ന തലമുറകളുടെ ഇങ്ങേയറ്റമാണ്. അധികാരസ്തുതിയുടെ പ്രായശ്ചിത്തമാണ് പലപ്പോഴും നിങ്ങളുടെ രചനകൾ. പരീപ്പാപ്പയ്ക്കൊപ്പം നിൽക്കുമ്പോഴും അതൊരു നാട്യമാകുന്നത് അതുകൊണ്ടാണ്. ആളരെ വംശഹത്യ ചെയ്തത് കാണാതെ പോകുന്നത് അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിലും എനിക്ക് ആഖ്യാനത്തെ സഹായിക്കാനാവില്ല. കാരണം എൻ്റെ അമ്മൂമ്മമാരും അപ്പനപ്പൂപ്പന്മാരും ഒരു കാലത്തും പാട്ടുകാരായിരുന്നില്ല. രാജേഷ് ഒന്ന് നിർത്തി. നാളിതുവരെയുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം, അതിലൊരു തിരുത്തുണ്ട് സാറേ. നാളിതുവരെ നിലനിന്ന എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം താല്പര്യ സംഘർഷങ്ങളുടെ ചരിത്രമാണ്. ഞാൻ മൗനിയായി. അതൊരു നീരസമായി അവന് തോന്നിക്കാണണം. മുഖം കൊണ്ട് മാത്രം ഗൗരവത്തിൽ യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി നടന്നു. തൊട്ടുമുന്നിൽ മൊയ്തോജിയുടെ വീടാണ്. വലിയ വീടും അതിലേറെ പൊക്കമുള്ള മതിലുമാണ്. അപ്പുറത്ത് ദാമോദരൻ്റെ വീടിന് അതിലും തലയെടുപ്പുണ്ട്. പണ്ടാണെങ്കിൽ ഈ പറമ്പുകളെല്ലാം ഒഴിഞ്ഞാണ് കിടന്നിരുന്നത്. നേരെ നോക്കിയാൽ ചേലാമല കാണാം. അതിനിടയിൽ പറമ്പുകളും പാടങ്ങളും. പറയച്ചേരിയിലേക്കുള്ള വഴിക്ക് മുന്നിൽ തോടിനു പുറകെ 2 തെങ്ങുതടികൾ കൂട്ടിയിട്ട പാലമുണ്ട്. ഇപ്പോൾ ആ വഴികളെല്ലാം അടഞ്ഞടഞ്ഞ് വീടുകളും റോഡുകളും കോൺക്രീറ്റ് വഴികളുമായിരിക്കുന്നു. പോസ്റ്റ്മാന് നടപ്പാണ് വിധി. പഴയ പോസ്റ്റ്മാൻ മാലമ്പിക്ക് മുന്നിൽ ഇത്രയേറെ മതിലുകളും വീടുകളും ഉണ്ടായിരുന്നില്ല. രാജേഷിന്റെ വഴി കൂടുതൽ വളഞ്ഞതായിരിക്കുന്നു. രാജേഷ് മുന്നിൽ നിന്ന് മറഞ്ഞുവെങ്കിലും അവൻ സഞ്ചരിക്കേണ്ട നീണ്ടുവളഞ്ഞ വഴികൾ എനിക്ക് കാണാം. പക്ഷേ ആ തോടുവരെയേ എൻ്റെ കാഴ്ചയെത്തൂ. തോടിനപ്പുറമുള്ള പറയച്ചേരി എനിക്ക് കേട്ടുകേൾവി മാത്രമാണ്. തെങ്ങിൻ പാലം കടന്ന് തോട്ടുവരമ്പിലൂടെ ഒറ്റക്കാളയെ ചുമന്ന് രാജേഷിന്റെ അച്ഛനും കൂട്ടരും നടന്നു വന്നു. തണ്ടും കഴലുമിട്ട് കാളയെ ചുമക്കാൻ 5-6 പേരുണ്ട്. മുളങ്കാലിൽ കെട്ടിയ ഒറ്റക്കാളയെ ഉയർത്തിയും താഴ്ത്തിയും ആവേശമില്ലാതെ അവർ പതുക്കെ വിളിച്ചു, പൂയി. റദ്ദാക്കപ്പെട്ട നോവലും വ്യാജസ്തുതികൾ നിറഞ്ഞ അഭിമുഖവും എനിക്ക് ഭാരമായി. പരീപ്പാപ്പയ്ക്ക് കൂടുതൽ തെളിച്ചമുണ്ടാക്കാൻ അരൂപികളായ മനുഷ്യരെ തേടി രാജേഷിന്റെ വഴിയെ നടന്നുവെങ്കിലും മരപ്പാലം കടക്കാനാവാതെ തോട്ടുവരമ്പിൽ നിന്നു. തിളങ്ങുന്ന ആഭരണങ്ങളും വൈദ്യുതാലങ്കാരങ്ങളുമുള്ള ഇണക്കാളുകൾ ഒന്നൊന്നായി എന്നെ കടന്നുപോയി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.